ഈ ലോകകപ്പിൽ നമ്മള് ബ്രസീൽ ഇന്നത്തെ വീഡിയോ അടിപൊളി ഒരു വീഡിയോ കാണിക്കട്ടെ. നമ്മുടെ നാട്ടിൽ നമ്മുടെ അതായത് KFC ക്ലബിന്റെ ഇപ്പോഴത്തെ തലമുറ നമ്മളൊക്കെ കാലത്ത് ചെറിയ ചെറിയ ബോർഡുകളൊക്കെ ആയിരുന്നല്ലേ. ഇന്നിപ്പോൾ 30 മീറ്റർ നീളം 10 അടി വീതിയൊക്കെ ഉള്ള ബോർഡുകളാണ് വന്നുള്ളത്. ഏതായാലും നമ്മുടെ KFC ക്ലബിന്റെ യുവ താരങ്ങൾ വെച്ച ബോർഡാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ രാത്രി 1 മണിക്ക് തുടങ്ങിയ പരിപാടി കേട്ടോ. അപ്പോൾ രാവിലെ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അവർ പോയിട്ടുള്ളൂ. അപ്പോൾ ഉണ്ടല്ലേ അതുപോലെ ഇത് മാറ്റർ കഴിഞ്ഞ തവണ തൂക്കി ഇത്തവണയും തൂക്കും. അർജന്റീന ഫാൻ വീരം പറയാൻ ഞങ്ങളില്ല, കാരണം ഞങ്ങൾ ലോക ചാമ്പ്യന്മാരാണ്. ഞങ്ങൾ കാണിച്ച മാസ് ഒന്നും ഇവിടെ ഒരുത്തനും കാണിച്ചിട്ടില്ല. നെക്സ്റ്റ് ബോർഡ് പോർച്ചുഗലിന്റെ എഴുതിയത് എന്താ പറയുക, ഇവിടെ പെലയുമില്ല മർഡോണയുമില്ല, ഒറ്റക്ക ആണൊരുത്തൻ ഉണ്ടാക്കിയെടുത്ത സാമ്രാജ്യം. അതാരാ? റൊണാൾഡോ കാരണം റൊണാൾഡോ. അപ്പോൾ അടുത്തത് ബ്രസീലിന്റെ ബോർഡ് കൊടുത്തിട്ടുള്ളത് ചില തിരിച്ചുവരവുകൾ ചരിത്രം എഴുതാനാണ്. പക്ഷെ അത് അതിൽ രസകരമായ ഒരു മാറ്റർ ആ ഒരു വെച്ച ട്രോഫിക്ക് 1958, 1962, 1970, 94, 2002 പിന്നെ അതിൽ ആ ഒരു ട്രോഫി ഒന്ന് താഴ്ത്തി വെച്ചിട്ട് ഒരു മെസ്സേജ് ഇടല്ലേ എഴുതിയല്ലേ, വെക്കട ഇതിന് മേലെ. അപ്പോൾ ആ ഒരു നല്ലൊരു ഒരു ഹൈലൈറ്റ് ആണ് ഇതിൻ്റെ വെക്കട ഇതിന് മേലെ. അപ്പോൾ ആ ട്രോഫി ജയിച്ചൊരു കപ്പ് കൊടുക്കുന്നതാണ് ബ്രസീൽ പറഞ്ഞത്. അങ്ങനെ എഴുത്തും കാര്യങ്ങളായിട്ടുള്ള വലിയൊരു ബോർഡാണ് ഇന്ന് ഉയർന്നിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു അടിപൊളി മാറ്ററാണ്, അടിപൊളി ഒരു ബോർഡാണ്. അതിൻ്റെ മാറ്ററും സൂപ്പർ. KFC ക്ലബിൻ്റെ നമ്മുടെ ഇപ്പോഴത്തെ ആളുകൾ കുട്ടികൾ വെച്ച ബോർഡാട്ടോ. അപ്പോൾ എല്ലാവരും സെറ്റല്ലേ? അപ്പോൾ കളിയുടെ ആരവങ്ങളൊക്കെ തുടങ്ങി. ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് കളിയുടെ ആരവങ്ങളും അതിലൊക്കെയാണ് അളഞ്ഞി. ബ്രസീലിൻ്റെയും അർജന്റീന പോലുള്ള പോർച്ചുഗൽ പോലുള്ള ഇംഗ്ലണ്ട്. അങ്ങനെ നമ്മളെ ക്യാമറ എടുക്കുന്നത് റഫീഖ് സാധു, അതായത് ഇംഗ്ലണ്ടിൻ്റെ ആളാണ്. റഫീഖ് ഇന്നലെ ആരിവിടെ കാണാതായപ്പോൾ ചമ്മാട് പോയിക്കാണ്ട് ഒരു കൊടി കൊണ്ട് വെച്ചിട്ടുണ്ട്. ആ കൊടി കാണിച്ച ഇംഗ്ലണ്ടിൻ്റെ കൊടി. ഞാനേ ഇതില് രസം എന്ന് പറഞ്ഞാൽ ഞാൻ റഫീഖെ വിളിച്ചപ്പോൾ റഫീഖ് എൻ്റെ ഇംഗ്ലണ്ടിന്റെ കൊടി വന്നിരിക്കണ പറഞ്ഞപ്പോൾ ഇന്നലെ മൂപ്പരാള് ചമ്മാട് പോയിക്കാണ്ട് കൊടി കൊടുത്തിട്ട് നോക്കിയതാണ്. ഞാൻ ഇപ്പോൾ ഒരാളെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചൊരു കമ്പനിക്ക്. പക്ഷേ റഫീഖ് ഒറ്റക്കുള്ളൂ. ഏതായാലും അടിപൊളി. ഒറ്റക്ക് പൊരുത്തട്ടെ. ഇംഗ്ലണ്ട് നല്ല പെർഫോമൻസ്, നല്ല ചെറിയ പാസുകളോടെയും നല്ല മനോഹരമായ കളി കാഴ്ചവെക്കുന്ന ടീമാണ് ഇംഗ്ലണ്ട്. പക്ഷെ ഭാഗ്യക്കുറവ് മാത്രമാണ്. ഏതായാലും നമുക്ക് ഇപ്രാവശ്യം ആര് തൂക്കും? ഒരുപാട് ബോർഡുകൾ ഇപ്രാവശ്യം ഇംഗ്ലണ്ട് തൂക്കുന്ന റഫീഖാണ്. ഏതായാലും ഒരുപാട് ബോർഡുകൾ ഇപ്പോൾ വെറൈറ്റീസ് ബോർഡുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ബോർഡ് പറഞ്ഞാൽ 300 മീറ്റർ ആണെങ്കിലും അടുത്തുള്ള 600 മീറ്റർ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മളെ ഫാൻസുകൾ, ഓരോ ടീമിന്റെ ഫാൻസുകളും വെച്ചുകൊണ്ടിരിക്കുന്നത്. കുനൂമിൽ ഇന്നൊരു ബോർഡ് വന്നപ്പോൾ നമ്മളെ KFCന്റെ പറഞ്ഞല്ലോ, അവർ വെച്ച ബോർഡ് ഉണ്ടപ്പോൾ അതൊന്നും എടുത്ത് വീഡിയോ കുറച്ച് കണ്ടു. മഹബൂബ് എത്തിയിട്ടുണ്ട്. ബ്രസീലിന്റെ കട്ട ഫാനെ ബ്രസീൽ തൂക്കോ? ഈ ലോകകപ്പിൽ നമ്മള് ബ്രസീൽ തൂക്കും. 6ാമത്തെ കിടക്കും. 5ാമത്തെ ചരിത്രം സൃഷ്ടിക്കും. ഉറപ്പാണ്, നടക്കൂല. തീർച്ചയായിട്ടും കാത്തിരിക്കാം. അർജന്റീന സ്വന്തം ഫാനാണ് നമ്മളെ മമ്മൂട്ടി. പഴയ കാലം ഒട്ടേക്കുള്ള കാലല്ലേ, ഏത് കാലത്തും അർജന്റീന, എക്കാലത്തും എപ്പോഴും അർജന്റീന പറഞ്ഞ ടീമല്ലാതെ വേറെ ആളില്ല. മെസ്സി തൂക്കും. മെസ്സി തൂക്കല്ല, തൂക്കി അടിക്കും. മബൂക്ക പറഞ്ഞ എന്താ പറയുക, 6ാമത്തെ ട്രോഫി അവരോടൊക്കെ പോയി പെരേ കുതിർക്കാൻ പറയും. അവരോടൊക്കെ പോയി മമ്മൂട്ടി വിരമിക്കും. അതാണ് തർക്കമില്ല. ബ്രസീൽ 6ാമത്തെ പ്രാവശ്യം തൂക്കും, ഒരു തർക്കില്ല. ഇംഗ്ലണ്ട് അനങ്ങാതെ നിൽക്കുന്നുണ്ട്. കാക്കാക്ക് ടീമില്ല. ഞാൻ ഇതിലൊരു സംഭവം കാണുന്നത്, ഈ 3 ടീമിന്റെയും ഒരേ പോസ്റ്ററിലാണ് 3 ടീമും കാണുന്നത്. അപ്പോൾ ഈ 3-4 ടീമാണ് കളിയിൽ മുന്നിൽ നിൽക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അർജന്റീനയാണ് വലത്തുള്ളത്, ബ്രസീലാണ് സൈഡിലുള്ളത്, നടുക്കുള്ള പോർച്ചുഗൽ. പ്രാവശ്യം തൂക്കാൻ സാധ്യത എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കളി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അർജന്റീനക്ക് തന്നെയാണ് മമ്മൂട്ടി പറഞ്ഞ മാതിരി ഒരു പടി മുന്നിൽ. ഒന്നുകൂടെ ആലോചിച്ചോക്കണേ, ബ്രസീൽ തൂക്കൂല. 6ാം പ്രാവശ്യം തൂക്കിയിരിക്കും. ബ്രസീൽ ഒരു കാലത്ത് രാജാക്കന്മാരേനി, 5 പ്രാവശ്യം വീണ്ടും 6ാം പ്രാവശ്യം. പോർച്ചുഗലിന്റെ ആളിട്ടാ ഷെരീഫ് പറഞ്ഞോളി. നമ്മളെ ആഗ്രഹമാണ് പോർച്ചുഗൽ. 2 ആളുകളുടെ, അതായത് പോർച്ചുഗൽ കപ്പുള്ള സാധ്യത പറയുന്നുണ്ട്. തൂക്കും. എന്താ പറയലേ?
ബ്രസീൽ ഉണ്ട്, പോർച്ചുഗൽ ഉണ്ട്, അങ്ങനെ ഇംഗ്ലണ്ട് ഉണ്ട്, ഒരുപാട് ടീമുകളുണ്ട്. ഏറ്റവും കൂടുതൽ ആരാധനയുള്ള ബ്രസീലിന്റെ ആളാ. അപ്പൊ ബ്രസീൽ അർജന്റീന മാത്രമാണ് ഞാൻ തള്ളൂല കേട്ടോ. ഞാൻ അതിന്റെ ആളല്ല. ഞാൻ സമതാക്കാർക്ക് പ്രത്യേകിച്ച് ടീമുണ്ടാണ്. ഞാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അല്ലാതെ ടീം കപ്പിക്കൂലേ? അതേതാ സാധ്യത? എന്താ പറയാ? ഞാൻ തീർച്ചയായും ബ്രസീൽ ഉറപ്പല്ലേ? ആറാമത്തെ ട്രോഫി ബ്രസീൽ കൊണ്ടുപോകും. അങ്ങനെ സാധുവിന്റെ ഇംഗ്ലണ്ടിന്റെ ആ കൊടിയും കാണിച്ച് ഇന്നത്തെ വീഡിയോ കാരണം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ KFC ക്ലബിന്റെ ഇപ്പോഴത്തെ യുവാക്കള് ബോർഡ് വെച്ചപ്പോ അത് എടുത്താണ് നമ്മളെ ക്യാമറമാൻ സാധു റഫീനോടൊപ്പം ബൈ ബൈ.